എന്താ വക്കീലെ ടിവിയില് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു ഗൾഫുകാരന്റെ വീടിന്റെ പാലുകാച്ച ചടങ്ങ് കാണുകയാണ്. എന്താ വക്കീലെ ഗൾഫുകാരുടെ വീട് എന്ന് പറയുമ്പോ ഒരു പുച്ഛം? എന്ത് പുച്ഛം മാഷെ, ഇയാളെ ഞാനറിയും. ആ ഒരൊറ്റ മോനാണ്. വലിയ കൊട്ടാരം പോലുള്ള വീട്, 12 ബെഡ്റൂം, 2 സ്വിമ്മിംഗ് പൂള്, വലിയ വലിയ ഹാളുകള്, അങ്ങനെ ഇങ്ങനെ പോകുന്നു. എല്ലാ പ്രവാസികളുടെയും സ്വപ്നമാണ് നല്ലൊരു വീട്. അതിൽ ചിലർ ആഡംബരം കാണിക്കാറുണ്ട്. ഉള്ളവര് കാണിച്ചാൽ കുഴപ്പമില്ല, ഇല്ലാത്തവർ ആഡംബരം കാണിക്കുന്നതാണ് തെറ്റ്. തെറ്റൊന്നുമില്ല, അവർ അധ്വാനിച്ച കാശ്. പക്ഷെ ചിലർ ലോൺ എടുത്തും കടം വാങ്ങിയും പെരപണി തുടങ്ങും. എത്ര വീടുകളാണ് പണി തീരാതെ കിടക്കുന്നത്. അത് ശരിയാ. എന്റെ ഒരു സുഹൃത്ത് അവന്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ വാങ്ങി വലിയൊരു വീട് പണി തുടങ്ങി. അതിനിടക്ക് പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയിട്ട് വന്നു. ഇപ്പൊ അവൻ പണിതരാത്ത ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതുപോലുള്ള പല ഉദാഹരണങ്ങളുണ്ട്. വരുമാനത്തിനപ്പുറത്തുള്ള വീടാണ് പലരും കെട്ടിപ്പൊക്കുന്നത്. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പല വീടുകളും ജപ്തി നടപടി നേരിട്ട കഥകൾ എനിക്കറിയാം. ഇനി ലോൺ എടുത്ത് വീട് വെച്ചാലോ, എടുത്തതിന്റെ 3 ഇരട്ടി തുക തിരിച്ചടയ്ക്കേണ്ടി വരും. വരുമാനം നിലയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഞാനും അത്യാവശ്യം വലിയൊരു വീടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ തോന്നാണ് അത്രയും വലിയ വീട് വേണ്ടിയിരുന്നില്ല. അത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയും. നമ്മള് പ്രവാസികള് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ കാശ് സ്വരുക്കൂട്ടി വെച്ച് വലിയൊരു വീടുണ്ടാക്കും. അവസാനം നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഷുഗറും പ്രഷറും വന്ന് മേലോട്ട് നോക്കി നടുവീർപ്പിടാനേ നമുക്കൊക്കെ യോഗമുള്ളൂ. അത് ശരിയാണ്. വീട് വെക്കുമ്പോൾ നോക്കേണ്ടത് അവനവന്റെ ശമ്പളവും ബഡ്ജറ്റുമാണ്. അത് വൃത്തിയാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്ന വലിപ്പമേ പാടുള്ളൂ. നമ്മൾ പ്രവാസികൾ ജീവിക്കാൻ മറന്നവരാണ്. ഇനിയെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കണം. പണ്ടൊക്കെ പെണ്ണ് കാണാൻ വന്നിരുന്നവർ നോക്കിയിരുന്നത് പണ്ടവും പണവുമായിരുന്നു. ഇപ്പോൾ നോക്കുന്നത് വീടും വീടിന്റെ വലുപ്പവുമാണ്. ഒരു വീടിന്റെ ആയുസ് 30-35 വർഷമാണ്. അതിന് നമ്മുടെ 40 വർഷത്തെ അധ്വാനം മുഴുവൻ ചെലവാക്കരുത്. അത് ശരിയാണ്. 1 കോടി രൂപയുടെ വീട് വെക്കുന്ന ആള് ആ എമൗണ്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് ഒരു നല്ലൊരു വീട് വാടകയ്ക്കെടുക്കാനും ബാക്കി സംഖ്യ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനും പറ്റും. ആരെങ്കിലും കാശിന്റെ പവർ കൊണ്ട് ദൂർത്ത് കാണിക്കുമ്പോൾ പാവപ്പെട്ടവൻ അവനെ പോലെ ആവാൻ നോക്കി എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ക്രിമിനൽ പ്രവർത്തികൾ ചെന്ന് ചാടി ജയിലിലകപ്പെട്ട സംഭവങ്ങളും ഉണ്ട്. ഒരു വീട് എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും താമസിക്കാനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. മറിച്ച് അതൊരു മത്സരമാക്കി മാറ്റി വലിയ സൗധങ്ങളും കൊട്ടാരങ്ങളും പണിയുന്നത് വെറും വേസ്റ്റ് ആണ്. Together, let's unlock new possibilities and connect worlds. FSC Logistics.